എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന അഖിൽ മാരാർ 2020 വിട്ടു. സാബുവും ജേക്കബുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് അഖിൽ 2020 വിട്ടത്. താൻ വഞ്ചിക്കപ്പെട്ടുവെന്നും സാബുവിന്റെ സ്വാർത്ഥ താല്പര്യമാണ് പാർട്ടിക്ക് പിന്നിലുള്ള എന്നും അഖിൽ ആരോപിച്ചു. വല്ല മൂർഖം പാമ്പം വന്ന് കൊത്തിയിരുന്ന അവൻ ആ കുഴി കിടന്ന് ചത്തോളുമായിരുന്നു. അതത്ര എളുപ്പമല്ലേ? 2020 പാർട്ടി അധ്യക്ഷൻ സാബു എം ജേക്കബിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അഖിൽ മാരാർ ദേപ്പാടി ഇറക്കം. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് BJPയുടെ വോട്ട് കൂടാതെ വ്യക്തിപരമായി നേടിയെടുക്കാൻ കഴിയാവുന്ന വോട്ടുകൾ അവിടെ പിടിച്ച് കൊട്ടാരക്കരയിൽ ഒരു മാന്യമായ പ്ലേസ്മെന്റ് ഉണ്ടാക്കിയെടുക്കാം, കുറഞ്ഞ പക്ഷം കോൺഗ്രസിനെ 3ാം സ്ഥാനത്ത് എത്തിക്കാം. ഈ ഒരു ചിന്തയിലാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇതാണ് സാബു ജേക്കബ് എനിക്ക് നൽകിയ ഓഫറും. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു അധ്യായം. 2 പേരാണ് തൃക്കാക്കരയിൽ എന്റെ കൂടെ 2020 വേണ്ടി വർക്ക് ചെയ്യാൻ പൂർണ്ണ സമയം ഉണ്ടായിരുന്നു. പൂർണ്ണ സമയം BJPക്കാർ ഉള്ളവർ എന്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഉണ്ട് കേട്ടോ. ഞാൻ 2020യുടെ കാര്യമായി പറയുന്നത്. ഈ കോമാളി കാരണം ബാക്കിയുള്ളവർ കൂടി പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. BJPയുടെ തന്നെ പല നേതാക്കന്മാരിൽ നിന്നും ഞാൻ അറിയാൻ കഴിഞ്ഞത് 40 കോടിയോളം രൂപ 2020ക്ക് BJPയിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ലോക പരാജയം. ഇദ്ദേഹം വന്നത് ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. 19 സ്ഥലത്ത് മത്സരിക്കുന്നത് 19 സ്ഥലത്തു നിന്നുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് പറയാൻ നാണക്കേടില്ല. കാരണം വന്ന വഴി മറക്കുന്നവരല്ല നരിപ്പേക്കാര്. ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW ബൈക്ക് വിൽക്കുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഏപ്രിൽ 2 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സത്യമാണോ ഈ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ BMW ഷോറൂമിൽ തന്നെ പോയി ചോദിച്ചു നോക്കൂ. തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ ഈ ബൈക്ക് വിറ്റത്? എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. 20 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച ഒരു ബൈക്ക് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോ പൈസയുടെ ആവശ്യം ഉണ്ടായതുകൊണ്ടല്ലേ? അല്ല, ഒരു വർഷമായിട്ടുള്ളൂ. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? 2020 എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് പറഞ്ഞ ആൾക്കാർ തെരഞ്ഞെടുപ്പ് തുടങ്ങി പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ചെയ്യേണ്ട, അതായത് എനിക്ക് 5 പൈസ തരണ്ട. ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്ക് എന്റേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് എന്റെ പോസ്റ്റർ എന്റേതായ രീതി ചെയ്യണം, എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം, എനിക്ക് കുറെ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട്. അത് തെരഞ്ഞെടുപ്പ് നിങ്ങളൊക്കെ പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ചെയ്യണമെന്ന് ഞാൻ കൃത്യമായ കണക്കുകൾ എഴുതി കൊടുത്തു. അതിനുള്ള എക്സ്പെൻസ് മാത്രം എഴുതി കൊടുത്തു. പക്ഷേ ഇത് ആദ്യത്തെ ഒരാഴ്ചയും തന്നില്ല. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. അതിനു മുമ്പ് 5 ലക്ഷം രൂപ എന്റെ ഇലക്ഷൻ അക്കൗണ്ടിൽ ഇട്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് എടുത്ത് ചെലവഴിക്കാൻ പറ്റത്തില്ല. കാര്യം തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ 10,000 രൂപ മാത്രമല്ലേ നമുക്ക് ഈ നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കാണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നതിന് റൂം എടുത്തു കൊടുത്തു. ഇതിനെല്ലാം ചെലവല്ലേ? ഒരു ദിവസം നമ്മുടെ കൂടെ 10-25 പേര് നടക്കുകയല്ലേ? ഇവർക്കെല്ലാം ഭക്ഷണം മേടിച്ചു കൊടുക്കണ്ടേ? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോകണമെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ഇപ്പോൾ ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഫുൾ ടൈം നടക്കുന്നു, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഈ ചെലവിനുള്ള പൈസ തരാത്തപ്പോഴാണ് ഞാൻ ആദ്യം ഇത് ചെയ്യുന്നത്. റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ എത്രയില്ല. BJPയിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. തൽക്കാലം മറ്റൊരു മുന്നണിയിലേക്ക് പോകാനില്ലെന്നും സ്വതന്ത്ര രാഷ്ട്രീയ നിലപാട് എടുക്കുമെന്നുമാണ് അഖിലിന്റെ നിലപാട്. നല്ല വിഷമമുണ്ട്. അപ്പോ ആശാൻ ഇനി എങ്ങോട്ട് ചാടുമെന്ന് കൃത്യമായിട്ട് പറയുന്നവർക്ക് എന്റെ വക കിടിലൊരു പ്രൈസ് ഉണ്ടായിരിക്കും. അപ്പം കമന്റ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ? എന്നാ കാണാം.